everyone, welcome back to SRUTHI'S Pharma World. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ the gamma rays were obtained from option A cobalt 60, option B iodine 131, option C gold 198, option D selenium 80. ഗാമ റേസ് താഴെ പറഞ്ഞിരിക്കുന്ന ഏത് മെറ്റലിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ഗാമ റേസ് were obtained from option A cobalt 60. ആൻസർ ഏതാണ്? cobalt 60. 12th question. Which among the following method is used for the sterilization of surgical dressing? സർജിക്കൽ ഡ്രസ്സിംഗ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ ബി മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ സി ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ ഡി റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. സർജിക്കൽ ഡ്രസ്സിംഗ്സിന്റെ സ്റ്റെറിലൈസേഷന് വേണ്ടി താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ ബി മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ സി gaseous sterilization, option D radiation sterilization. Answer B moist heat sterilization. സർജിക്കൽ ഡ്രസ്സിംഗ്സ് സ്റ്റെറിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട മെത്തേഡ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. Which among the following method represent the chemical cold sterilization? Chemical cold sterilization എന്ന് പറയുന്നത് ഏത് മെത്തേഡ് ആണ്? ഏത് മെത്തേഡിനെയാണ് കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ സ്റ്റെറിലൈസേഷൻ യൂസിങ് ഗ്യാസസ്, ഓപ്ഷൻ ബി സ്റ്റെറിലൈസേഷൻ ബൈ ഫിൽട്രേഷൻ, ഓപ്ഷൻ സി സ്റ്റെറിലൈസേഷൻ യൂസിങ് റേഡിയേഷൻ, ഓപ്ഷൻ ഡി സ്റ്റെറിലൈസേഷൻ യൂസിങ് മോയിസ്റ്റ് ഗ്യാസ്. Which among the following method represent chemical cold sterilization ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ ആണ്, വെറും കോൾഡ് സ്റ്റെറിലൈസേഷൻ അല്ല. കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്റ്റെറിലൈസേഷൻ യൂസിങ് ഗ്യാസസ്. കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ സ്റ്റെറിലൈസേഷൻ യൂസിങ് ഗ്യാസസ്. ക്വസ്റ്റ്യൻ നമ്പർ 14. The membrane filters used for sterilization has the pore size of option A 0.02 plus or minus 0.01 micrometer, option B 0.22 plus or minus 0.02 micrometer, option C 0.11 plus or minus 0.01 micrometer, 0.65 plus or minus 0.02 micrometer. അപ്പൊ മെംബ്രെയിൻ ഫിൽറ്റേഴ്സിന്റെ പോർ സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി 0.22 പ്ലസ് ഓർ മൈനസ് 0.02 മൈക്രോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 15. The optimum moisture content of the capsule shell is ranged between option A 12 to 15%, option B 2 to 6%, option C 8 to 12%, option D 18 to 22%. Optimum moisture content of the capsule shell. Capsule shell ഉള്ള optimum moisture content എന്ന് പറയുന്നത് 12 to 15% ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 16. The unequal distribution of color on the surface of the tablet is known as. ടാബ്ലറ്റിന്റെ സർഫസിൽ അൺഈവൻ ആയിട്ടുള്ള കളർ ഡിസ്ട്രിബ്യൂഷൻ അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഓറഞ്ച് പീൽ എഫക്ട്, ഓപ്ഷൻ ബി ട്വിന്നിങ്, ഓപ്ഷൻ സി ബ്ലൂം, ഓപ്ഷൻ ഡി മോട്ട്ലിംഗ്. ആൻസർ മോട്ട്ലിംഗ് ആണ്. ഓപ്ഷൻ ഡി മോട്ട്ലിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 17. Which among the following material is used for enteric coating of tablet? Enteric coating of tabletന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സെല്ലുലോസ് അസിറ്റേറ്റ് ഫ്താലേറ്റ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്, ഓപ്ഷൻ സി മിഥൈൽ ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലുലോസ്, ഓപ്ഷൻ ഡി പോളി എത്തിലീൻ ഗ്ലൈക്കോൾ. Option A cellulose acetate phthalate. Next question. Question number 18. The flow properties of the granules from hopper to die of the tablet machine is improved by the addition of first one disintegrants, B binders, C glidants, D diluents. Flow property enhance ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ഹോപ്പറിൽ നിന്ന് ഡൈയിലേക്കുള്ള ഗ്രാന്യൂൾസിന്റെ ഫ്ലോ
എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗ്ലൈഡന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. Which among the following capsule number represent the maximum capacity of the capsule? Option A 000, option B 5, option C 4, option D 0. ആൻസർ എ ഓപ്ഷൻ എ 000. ക്യാപ്സ്യൂളിന്റെ മാക്സിമം കപ്പാസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 000 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. The plasticizer used in capsule shell. Option A silicone, option B glycol ester, option C talc, option D glycerol. Plasticizer used in capsule shell. Capsule ഷെല്ലിലുള്ള പ്ലാസ്റ്റിസൈസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഗ്ലിസറോൾ ആണ്. 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് വീണ്ടും കേട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്